അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇനി റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കില്ല എന്ന്. ശരിയായിരിക്കും? ആര് പറഞ്ഞത്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. അപ്പോൾ ട്രംപിൻ്റെ മനുഷ്യൻ എന്തൊക്കെയാണ് പറയുന്നത്? നാഴിക 40 വട്ടം വായി തോന്നുന്നു പറയുന്ന ഈ മനുഷ്യനെ ആര് വിശ്വസിക്കാനാണ്? നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അത് തള്ളിയിട്ടുണ്ട്. നമ്മൾ എണ്ണ മേടിക്കുന്നത് ഇപ്പോഴും ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന 3ാമത്തെ രാജ്യം റഷ്യയാണ്. പിന്നെ ഓഗസ്റ്റിനേക്കാൾ സെപ്റ്റംബറിൽ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് റഷ്യ തന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കൗണ്ട് കുറഞ്ഞു. അതാണ് അതിൻ്റെ സെനാറിയോ. ട്രംപ് അങ്ങനെ പലതും പറയും. ട്രംപിന് ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടാത്തത് കൊണ്ട് പുള്ളിക്ക് പ്രാന്തായിരിക്കുക. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ട്രംപിനൊരു മനോഹരമായ മറുപടി. ട്രംപിനെ നമ്മൾ പുല്ലുപോലെയാണ് ഇന്ത്യ കരുതുന്നത് എന്ന് തെളിയിക്കുന്ന, അതിലുപരി നമുക്ക് മറ്റൊരു രാജ്യവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് പ്രകടമാക്കുന്ന, ട്രംപേ നീ ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഒരാളുണ്ട് എന്ന് നയം വ്യക്തമാക്കുന്ന ഒരു മറുപടി ഇപ്പോൾ റഷ്യൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവിക് പറഞ്ഞിട്ടുണ്ട്. അലക്സാണ്ടർ നോവക്ക് പറഞ്ഞിരിക്കുന്ന വാർത്ത സത്യത്തിൽ ഇന്ത്യക്കാരെ ഞെട്ടിക്കുകയോ ആവേശഭരിതരാക്കുകയോ അത്ഭുതപ്പെടുത്തുകയോ ഒക്കെ ചെയ്യണം. ലോകം പോലും തനിച്ച് നിന്നു പോകും. കാരണം ചൈനീസ് കറൻസി യുവാനില്ലേ, യുവാനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ നോവക്ക് ഇപ്പോൾ പറയുന്നത്. ഇന്ത്യ ഇപ്പോൾ ഞങ്ങളുടെ പക്കൽ നിന്ന്, റഷ്യൻ ഉപപ്രധാനമന്ത്രി പറയുകയാണ്, ഇന്ത്യ ഇപ്പോൾ ഞങ്ങളുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. എണ്ണ വാങ്ങുന്നത് രൂപ തന്ന് വാങ്ങിയിട്ടുണ്ട്, റൂബിൾ തമ്മിൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രൂപയ്ക്കും റൂബിളിനും പുറമേ ഇന്ത്യ ഞങ്ങളുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങാൻ യുവാൻ ഉപയോഗിക്കുന്നു. റഷ്യൻ എണ്ണ വാങ്ങാൻ നമ്മൾ ചൈനീസ് കറൻസി ഉപയോഗിക്കുന്നു. എന്തിനായിരിക്കും അങ്ങനെ നീക്കം? അപ്പോൾ നമ്മൾ ചൈനീസ് കറൻസി അംഗീകരിച്ചു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട്. അത് വലിയ നീക്കമാണ്. ഇന്ത്യയുടെ പരമ്പരാഗത ശത്രു രാജ്യമെന്ന തരത്തിൽ ഇക്കാലം അത്രയും കണക്കാക്കപ്പെട്ടിരുന്ന യുവാൻ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നല്ലേ അർത്ഥം? അതെ. സാധാരണ ഡോളറാണ് എല്ലായിടെങ്കിലും ഉണ്ടാവുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും വിദേശ നാണ്യ കരുതലുണ്ടാവും. വിദേശ നാണ്യ കരുതൽ ആയിട്ട് സൂക്ഷിക്കേണ്ടത്, എല്ലാ രാജ്യങ്ങളും സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ നാണയമായിരിക്കണം, ഡോളറായിരിക്കണം എന്നാണ് അമേരിക്കയുടെ ശാഠ്യം. അമേരിക്കയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നിക്സന്റെ കാലം മുതൽ അടിക്കുന്ന ഡോളറിന് തത്തുല്യമായ സ്വർണം വെക്കണ്ട. തോമസ് ഐസക്ക് പറഞ്ഞത് മണ്ടത്തരമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും തോമസ് ഐസക്ക് അമേരിക്കയെ നോക്കിയിട്ടാണ് പറഞ്ഞത് ഇവിടെ പൈസ ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ നോട്ടം കടിക്കുമെന്ന് പറയുന്നത്. അമേരിക്ക അങ്ങനെ ചെയ്യുകയാണ്. അമേരിക്ക ഡോളർ അങ്ങ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഒരു വാല്യൂ ഇല്ല. അതിന് അമേരിക്ക അടിക്കുന്ന ഡോളറിന് തത്തുല്യമായിട്ട് സ്വർണം വെക്കുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷേ അമേരിക്ക അവൻ്റെ മസിൽ പവർ കൊണ്ട് ഞങ്ങളുടെ ഡോളർ വാങ്ങിയിട്ട് എല്ലാം നടത്താവുള്ളൂ എന്ന് സാമ്പത്തിക ഉപരോധം, ആയുധ ഉപരോധം, ആക്രമണം തുടങ്ങിയ കാര്യങ്ങൾ കൈമുതലാക്കി വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഡോളറിന് മൂല്യമുണ്ടാക്കുന്നത്. അതിനെ അംഗീകരിക്കാത്തവരെ അവരംഗീകരിക്കത്തില്ല, അവർ അട്ടിമറിക്കും. ഇപ്പോൾ ആ സ്ഥിതി മാറിയിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന റൂബിൾ കൊടുക്കും, രൂപ കൊടുക്കും. ഇപ്പോൾ ചൈനയുടെ യുവാൻ വാങ്ങിയിട്ടും യുവാൻ കൊടുത്തും എണ്ണ വാങ്ങുന്നുണ്ട് എന്ന് ചൈനീസ് ഉപപ്രധാനമന്ത്രിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ചൈന റഷ്യ ബന്ധം, റൂബിള്, രൂപ, യുവാൻ. അപ്പോൾ ഒരു എക്കോസിസ്റ്റം മാറ്റുകയാണ്. അമേരിക്ക വല്ലാണ്ട് ഭയക്കുന്നുണ്ട്. ഇന്നലെ വീണ്ടും പറഞ്ഞിരിക്കുന്നു, ബ്രിക്സ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ, അത് ഞങ്ങളെ വെല്ലുവിളിക്കാനാണ്, ഡോളറിനെതിരെയുള്ള ആക്രമണമാണ്. അങ്ങനെ ബ്രിക്സും കൊണ്ട് മുന്നോട്ട് പോയാൽ ശരിപ്പെടുത്തും ഞാൻ എല്ലാവരും താരിഫ് അടിച്ച് റെഡിയാക്കും. ഇപ്പോൾ ചൈനയോട് പറഞ്ഞിരിക്കുക, ചൈനക്കാരുടെ ഭക്ഷ്യ എണ്ണ ഇങ്ങോട്ട് വരുന്നുണ്ട്. അമേരിക്കക്കാരൻ പൊരിച്ച് തിന്നുന്നത് ചൈനയുടെ എണ്ണ കൊണ്ടാണ്. ചൈനയുടെ എണ്ണ വേണ്ട, പിന്നെ ഇവൻ മണ്ണെണ്ണയ്ക്കകത്ത് കഴിക്കുമോ? ഇവൻ താരിഫ് അടിക്കുമ്പോൾ, ട്രംപ് താരിഫ് അടിക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അമേരിക്കയെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഫാർമസി മേഖല, ഇന്ത്യൻ മരുന്നുകൾ, ഗുണനിലവാരമുള്ള ഇന്ത്യൻ മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കക്കാരന് കിട്ടുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അതിന് 100% താരിഫ് അടിച്ചപ്പോഴത്തേക്ക് അമേരിക്കക്കാരന് ക്വാളിറ്റിയുള്ള ജനറിക് മെഡിസിൻസ് അമേരിക്ക കിട്ടാതായി. ദോഷം ആർക്കാണ്? അമേരിക്കക്കാരനാണ്. നമുക്കുണ്ട്. പക്ഷേ അപ്പോൾ വേറെ കാര്യമുണ്ട്, നമ്മുടെ മരുന്നുകൾക്ക് ചൈന 30% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ശരിക്കും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയും ചൈനയും, അല്ലേ? അപ്പോൾ ചൈന നമുക്ക് 30% ഇന്ത്യൻ മരുന്നുകൾക്ക്, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ ടാക്സ് ഏർപ്പെടുത്തിയിരുന്നത്. അമേരിക്ക നമുക്ക് 100% താരിഫ് ചുമത്തിയപ്പോൾ ചൈന എന്ത് ചെയ്തെന്നറിയോ?
ചൈന 30% താരിഫ് അങ്ങോട്ട് കുറച്ച് സീറോ ആക്കി. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മരുന്നുകൾ നികുതിയില്ലാതെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്ത് ഇപ്പോൾ വിൽക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യക്ക് ഗുണമാണോ ദോഷമാണോ? ഗുണമാണ്. അപ്പം ഇതിനകത്ത് ഒരു എഫക്റ്റ്, ഒരു ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം പോലെ എല്ലാ പിന്നെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ, ഏതൊരു പ്രവൃത്തിക്കും തത്തുല്യമായ പ്രതിപ്രവർത്തനം ഉണ്ടാവും. പ്രതിപ്രവർത്തനം അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. ചൈനയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഞാൻ ചൈന ഇപ്പം ബ്രിക്സ് രാജ്യങ്ങളിൽ ഇപ്പോൾ 20 രാജ്യങ്ങളുണ്ട്, 10 രാജ്യങ്ങളും 10 അസോസിയേറ്റ് രാജ്യങ്ങളും. അപ്പോൾ ഈ 10 രാജ്യങ്ങൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, ഇറാൻ, എത്തോപ്യ, UAE, ഇന്തോനേഷ്യ, ഇവരാണ് പൂർണ്ണ അംഗങ്ങൾ. പിന്നെ ബെലാറസ്, ബൊളീവിയ, ക്യൂബ, കസാക്കിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലൻഡ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവ അസോസിയേറ്റ് മെമ്പേഴ്സാണ്. സൗദി ഇതുവരെ ചേർന്നിട്ടില്ല. സൗദിക്ക് പേടിയാണ്. സൗദിക്കറിയാം ഡോളറിനെതിരെ കളിച്ചാൽ പണി കിട്ടും. കാരണം സൗദിയിലെ പഴയ രാജാവിനെ കൊന്നിട്ടുണ്ട്. അപ്പം ഡോളറിനെതിരെ സൗദി ആദ്യം ഒരുപക്ഷെ ഡോളറിനെതിരെ ലോകത്ത് ആദ്യത്തെ ശക്തമായ നിലപാടെടുത്തത് സൗദിയാണ്. പക്ഷേ സൗദി വലിയ വില കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് സൗദി ഇത് അങ്ങനെ അമേരിക്കയെ പിണക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷേ പാകിസ്ഥാനും ബംഗ്ലാദേശും ബ്രിക്സിൽ ചേരാൻ താല്പര്യപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് താല്പര്യമില്ല. അപ്പോൾ ഇന്ത്യയാണ് 2026 അടുത്ത വർഷം അതിൻ്റെ തലപ്പത്തേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണ്. അപ്പോൾ ഇന്ത്യയോടുള്ള കലിപ്പിനുള്ള ഒരു കാരണം അടുത്ത വർഷം ഇന്ത്യ ബ്രിക്സിൻ്റെ അധ്യക്ഷനാകുന്നു. അപ്പോൾ ട്രംപ് ഇതിൽ പറയാണ് ബ്രിക്സിൽ നിന്ന് എല്ലാ രാജ്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുക, ഒരു രാജ്യവും പോയിട്ടില്ലെന്നേ. ഇയാളുടെ ആഗ്രഹമാണ്. അപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ അപേക്ഷയായിട്ട് കാത്തു നിൽക്കുകയാണ് ബ്രിക്സിലേക്ക് വരാൻ വേണ്ടി. ബ്രിക്സിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. ഒരൊറ്റ രാജ്യം ഡ്രോപ്പ് ചെയ്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ബ്രിക്സ് ബദലായിട്ട് വരുന്നു, ഡോളറിന് ബദലാണ് എന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ഡോളർ അല്ലാതെ ലോക വ്യാപാരത്തിന് വേറൊരു കറൻസിയും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും അവരുടെ പരമാധികാരം ഉയർത്തിപ്പിടിക്കുകയും അമേരിക്കയുടെ വിധേയത്വം അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ അവരെ ശത്രുപക്ഷത്ത് കാണുന്ന പരമ്പരാഗതമായ അമേരിക്കൻ ശൈലിയുണ്ടല്ലോ, അതിനെതിരെയാണ് ഇന്ത്യ പൊരുതുന്നത്. അപ്പോൾ ഇന്ത്യ പോരാട്ടത്തിൽ അപ്പോൾ എനിക്ക് വായിച്ചിട്ട് വലിയ ആവേശവും അഭിമാനവും തോന്നി. അമേരിക്കയുടെ ഈ തിട്ടൂരങ്ങളെ വകവയ്ക്കാതെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈനയുടെ കറൻസി ഉപയോഗിച്ച് അമേരിക്കയുടെ മറ്റൊരു വലിയ ശത്രുവായ റഷ്യയിൽ നിന്ന് അമേരിക്ക വിലക്കിയിരിക്കുന്ന എണ്ണ ഇന്ത്യ വാങ്ങുന്നു. അപ്പോൾ നമ്മൾ പറയണം നമ്മുടെ രാജ്യം എത്ര ടാക്റ്റിക്കലായിട്ടാണ്, തന്ത്രപരമായിട്ടാണ് കളികൾ നീങ്ങുന്നത്. അമേരിക്കയായിട്ട് ഇന്നലെ അമേരിക്കയെ വിളിച്ച് ട്രംപ് നല്ല മിടുക്കനാണെന്നൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ട്, അഭിനന്ദിക്കുന്നൊക്കെയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എണ്ണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, എണ്ണ ഞങ്ങൾ വാങ്ങും. അത് ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആര് തന്നാലും വാങ്ങും, ഏത് ചെകുത്താൻ തന്നാലും വാങ്ങും. അപ്പോൾ ഇനി അമേരിക്കയ്ക്കും കുറച്ച് എണ്ണയൊക്കെ ഉണ്ടോ? ഒരു കാര്യം ചെയ്യും, അമേരിക്ക റഷ്യ തരുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ സൗദി തരട്ടെ, ഞങ്ങൾ മേടിക്കാം. റഷ്യ ചോദിച്ചു, ഞങ്ങളുടെ എണ്ണ മേടിക്കുന്നതിന് നിങ്ങൾ വിലക്കുന്നു. എടോ ട്രംപേ, ഇയാൾ ഈ അണുബോംബൊക്കെ ഉണ്ടാക്കാൻ, നിങ്ങളുടെ റിയാക്ടറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യുറേനിയം മേടിക്കുന്ന ഇവിടുന്ന് ഞങ്ങളുടെ ഇതാ. അപ്പോൾ നിനക്ക് ആവശ്യമുള്ള സാധനം നിനക്ക് വേണേ, ഉപരോധമൊന്നുമില്ല, ഇഷ്ടം പോലെ ഞങ്ങളുടേത് മേടിച്ചു കൊടുക്കുക. ഞങ്ങളുടെ നിന്ന് വേറെ വല്ല രാജ്യക്കാരും മേടിച്ചാലാണ് നിനക്ക് ചൊറിച്ചൽ. ഇതെന്ത് മര്യാദയാണ്? എന്നാൽ പിന്നെ റഷ്യയിൽ നിന്നൊന്നും മേടിക്കരുത്. റഷ്യ എന്ന് യുറേനിയം മേടിച്ചില്ലെങ്കിൽ ഇവൻ്റെ റിയാക്ടറുകൾ വർക്ക് ചെയ്യത്തില്ല, അതിന് വേണ്ടിയിട്ട് മേടിക്കും. ഇനി റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങിയാൽ അത് നമ്മുടെ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്ന ആരാന്നറിയോ? ഇത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കുമല്ലോ, യൂറോപ്യൻ രാജ്യങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിലെ എണ്ണ ഇന്ത്യ വഴി അവിടെ ചെന്നില്ല, തണുത്ത് ചത്തുപോകും. കാരണം പല രാജ്യങ്ങളിലും തണുപ്പാണ്, അവിടെയൊക്കെ അവർ പ്രവർത്തിക്കുന്നത് റൂം ഹീറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. അത് പ്രവർത്തിക്കുന്നത് കറണ്ട് കൊണ്ടല്ല, എണ്ണ കൊണ്ടാണ്. അപ്പോൾ എണ്ണ മാത്രമല്ല പ്രശ്നം. ഇപ്പം അമേരിക്കയുടെ പ്രശ്നം, അമേരിക്ക വല്ലാത്ത സാമ്പത്തിക തകർച്ചയുടെ വാക്കിലാണ്. ഇതുവരെ ഫെഡറൽ ട്രഷറി പൂട്ടിയത് പരിഹരിച്ചിട്ടില്ല. പെൻറ്റഗണിൻ്റെ കയ്യിൽ ശേഷിക്കുന്ന പണം അത്രയും എടുത്തിട്ട് പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറഞ്ഞിരിക്കുക. ശമ്പളം മുടങ്ങിയിരിക്കുക. ഏതാണ്ട് 7 ലക്ഷത്തോളം വരുന്ന അമേരിക്കയിലെ ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളമില്ല. അവശ്യ സർവീസുകൾ ഒഴികെ ബാക്കിയെല്ലാം നിശ്ചലമാണ്. അപ്പോൾ ഡോളർ എന്ന് പറയുന്ന കടലാസ്, അമേരിക്ക അച്ചടിച്ചു വിടുന്ന കടലാസ് വലിയ സംഭവമാണെന്ന് ലോകരാജ്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ള നിലപാടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയും റഷ്യയും ചൈനയും മുന്നോട്ട് വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ത്യക്കെതിരെ കൂടുതൽ കടുത്ത നടപടികൾ ഇനിയും ഉണ്ടാവും. കാരണം അടുത്ത വർഷം 2026 ഇന്ത്യ ബ്രിക്സിൻ്റെ അധ്യക്ഷനാകുന്നു എന്നുള്ളത് വല്ലാതെ ട്രംപിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.